ഗവൺമെന്റ് നമ്മളെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് നമുക്കെതിരെ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി പേടിയാണ് തോന്നുന്നത്. എങ്ങോട്ടാണ് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. വിദ്യാഭ്യാസം ഒരു കച്ചവടമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും നോൺ വയലന്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ അവിടെ വയലൻസ് എൻഡോസ് ചെയ്യുക എന്നുള്ളത് തന്നെ അത്രയും അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. നമ്മളെല്ലാവരും ഒന്നിച്ച് ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ട് തന്നെ നിൽക്കണം എന്നാണ്. സ്റ്റുഡൻസ് എന്ന് മാത്രമല്ല എല്ലാവരും. സമാധാനപരമായി നടത്തിയ ഒരു പ്രതിഷേധത്തെ പോലീസ് തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യം കണ്ടത്. ഒരു സമരത്തെ നേരിടേണ്ട ജനാധിപത്യപരമായ രീതി ഇതാണോ എന്നാണ് ഉയർന്നു വരുന്ന ചോദ്യം. CJP പ്രതിഷേധത്തെ പോലീസ് തല്ലിച്ചതച്ച നടപടിയിൽ വിദ്യാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. ബീയിങ് സ്റ്റുഡൻസ് നമ്മൾ ഫിസിക്കലി ഇവിടെ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ മെന്റലി നമ്മൾ അവിടെ ആണ്. നമ്മളെല്ലാവരും നമ്മുടെ എല്ലാം മനസ്സ് അവിടെയാണ് പ്രസന്റ് ആയിട്ടിരിക്കുന്നത്. കാരണം സത്യം പറഞ്ഞാൽ ഇപ്പം ഇങ്ങനത്തെ ഒരു കോളേജിൽ ഇപ്പം നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിലാണ്. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ നല്ല ലിബറൽ മൈൻഡോടെ പഠിച്ച് വളരുന്ന ആൾക്കാരാണ്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെയൊരു സ്ഥലത്തിരുന്ന് നമുക്ക് കിട്ടുന്ന റൈറ്റ്സിൻ്റെ വാല്യൂ സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ദില്ലിയിൽ പോയിട്ട് നമ്മുടെ ഇവിടുന്ന് പോലും പല ആൾക്കാരും അവിടെ പോയിട്ട് നമ്മുടെ റൈറ്റിന് വേണ്ടി സ്റ്റുഡൻസിൻ്റെ റൈറ്റിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ട് തന്നെ നിൽക്കണം എന്നാണ്. സ്റ്റുഡൻസ് എന്ന് മാത്രമല്ല എല്ലാവരും. കാരണം നമ്മുടെ ഇപ്പോൾ സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം യൂത്താണ്. ഒരു സ്ഥലത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത് യൂത്താണ്. അപ്പം അവിടുന്ന് ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമുക്ക് വേണ്ടി നിന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരും നിൽക്കാനാണ്. ആൾക്കാർ അവർ റിക്വസ്റ്റ് ചെയ്യുന്നത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നീറ്റിന്റെ കാര്യത്തിൽ പോലും പറയുന്നത് അത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ ഇത്രയും വയലന്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക, അതിനോട് ഒരു രീതിയിലും ഗവൺമെന്റ് ഒരു രീതിയിലും റെസ്പോൺസ് ചെയ്യാണ്ടിരിക്കുക, അത് ഡെഫിനറ്റ്ലി അൺഡെമോക്രാറ്റിക് ആണ്. അതിനോട് തീർത്തും പ്രതിഷേധാത്മകമായിട്ട് തന്നെയാണ് പ്രതികരിക്കാനുള്ളത്. ഞങ്ങൾക്കിപ്പോ അവിടെ ചെന്ന് ഞങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് പ്രതികരിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഞങ്ങളിവിടെ പല വിദ്യാർത്ഥി സംഘടനകളായ KSUവും AISF SFIയുടെയും ബന്ധുക്കളിലൂടെ ഞങ്ങളുടെ ഐക്യദാർഢ്യം അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങൾ പ്രതികരിക്കുകയും ചെയ്യുന്നു. അവിടെയുള്ള എല്ലാവർക്കും ജന്തർ മന്ദറിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജൻസികൾക്കും മറ്റെല്ലാ ആൾക്കാർക്കും ഞങ്ങൾ പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊള്ളുന്നു. ജനാധിപത്യം എന്ന് പറയുമ്പോൾ എല്ലാ ജനങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അതിൽ തന്നെ യൂത്തിൻ്റെ പവർ നമുക്കറിയാം എന്തോരം ആണെന്നുള്ളത്. ഒരു സമയത്ത് വോട്ട് ചെയ്യുന്ന സമയത്ത് വോട്ടിങ്ങിനോട് താല്പര്യമില്ലാതെ യൂത്തുകൾ മാറി നിന്നപ്പോൾ ഉണ്ടായ പ്രത്യാഘാതം നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ യൂത്ത് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പം ഒരിക്കലും അങ്ങനെ ചെയ്തത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ എൻ്റെ അഭിപ്രായം. ഡെഫിനറ്റ്ലി നമ്മളൊരു ഡെമോക്രസിയാണ്. അപ്പൊ നമ്മുടെ പ്രൊട്ടസ്റ്റ് നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. അപ്പൊ നമ്മള് ഡെഫിനറ്റ്ലി കേൾക്കാനും ആ പ്രൊട്ടക്ഷന് റെസ്പോണ്ട് ചെയ്യാനുള്ള ബാധ്യത അവർക്കുണ്ട്. അത് ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോ ഗവൺമെന്റ് കാണിക്കുന്നത് തികച്ചും ഒരു അൺഡെമോക്രാറ്റിക് മൂവ് ആണ്. കാരണം നമ്മുടെ ഗവൺമെന്റ് നമ്മളെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് നമുക്കെതിരെ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ആസ് എ സ്റ്റുഡന്റ് എനിക്ക് ഞാനും ഒരു വർഷം നീറ്റിന് വേണ്ടി കുത്തിയിരുന്ന് പഠിച്ചു. അപ്പൊ അതിന്റെ സ്ട്രഗിൾ എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതിയ പിള്ളേർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ സ്ട്രഗിൾസ് അതൊക്കെ കണ്ടുകൊണ്ടാണ് എനിക്ക് ഏറ്റവും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഗവൺമെന്റിന് വേണ്ടി നമ്മളിപ്പോ അവരെ ഒരു പൊസിഷനിലാക്കി വെച്ചേക്കുന്നത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. അല്ലാതെ അവർക്ക് തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കാനല്ല. നമ്മൾ വേണ്ടത് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ്. നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അല്ലാതെ ഒരു ഓട്ടോക്രാറ്റിക് ഗവൺമെന്റ് അല്ല നമുക്ക് വേണ്ടത്. പക്ഷെ ഇപ്പൊ കാണുന്ന ഈ ഒരു വയലന്റ് മൂവ് കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഗവൺമെന്റ് തികച്ചും ആ ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്നുള്ള ഒരു കാര്യം മറന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നെയിം ടാഗ് പോലും ഇല്ലാത്ത വ്യക്തികൾ വന്നിട്ടാണ് അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. അവര് പോലീസാണോ എന്താണെന്ന് യാതൊരുവിധ ഉറപ്പും നമുക്ക് കിട്ടുന്നില്ല. അപ്പോ ഇതിനെതിരെ എന്താണ് കേന്ദ്രം പ്രതികരിക്കാത്തത് എന്ന് മനസ്സിലാകുന്നില്ല. നരേന്ദ്രമോദി ഒരു പോസ്റ്റ് ഇട്ട് വന്നിട്ടുണ്ട്. അതിൽ പോസ്റ്റിൽ എന്താ പറയുന്നതെന്ന് നമുക്കത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാണ് തോന്നുന്നത്. എങ്ങോട്ടാണ് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. സ്ത്രീകളൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ പോലും വളരെ മോശമായ രീതിയിൽ പിടിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് അവിടെ പോലീസ് എന്ന് പറയാൻ പറ്റില്ല, ചില വ്യക്തികൾ അവിടെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. നീറ്റിൽ മാത്രമല്ല പല എക്സാംസിലും ഈ അഴിമതി നടന്നുകൊണ്ടിരിക്കുകയാണ്. 30,000 തൊട്ട് ലക്ഷങ്ങൾ വരെ ചെലവഴിച്ചിട്ടാണ് ഓരോരുത്തർ ഈ പേപ്പർ ചോർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ ജെൻസി നടത്തുന്ന ഈ ഒരു സമരത്തിന് എല്ലാ ഐക്യദാർഢ്യവും അറിയിച്ചുകൊള്ളു.